Once again, welcome back to my YouTube channel. My name is Ibad Rahman. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നാൽ എന്താണ് വാട്സപ്പിൻ്റെ ലാഭം? അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെസ്സേജിംഗ് സിസ്റ്റമായി വാട്സപ്പ് വളർന്നിരിക്കുകയാണ്. 2009 വാട്സപ്പിൻ്റെ ജനനം. ബ്രയാൻ ചാൻ എന്ന രണ്ട് വ്യക്തികളാണ് വാട്സപ്പിന്റെ ഉപജ്ഞാതാക്കൾ. 2014 $19 ബില്യൺ ഫേസ്ബുക്ക് വാട്സപ്പിനെ പർച്ചേസ് ചെയ്യാനുണ്ടായത്. എന്നിരിക്കെ വാട്സപ്പ് 9 മാസം കൊണ്ട് $12,89,000 വാട്സപ്പിൽ നിന്ന് ഫേസ്ബുക്കിന് ലാഭം. വെറും 9 മാസം കൊണ്ടാണ് ഫേസ്ബുക്ക് ഇത്രയും മെയിൻ ചെയ്തത്. എങ്ങനെയാണ് വാട്സപ്പിൽ നിന്ന് റവന്യൂ മേക്ക് ചെയ്യുക എന്നുള്ള ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ സമയങ്ങളിൽ വാട്സപ്പിന് വേൾഡ് വൈഡ് 700 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ആദ്യ സമയങ്ങളിൽ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് $1 വരെ കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. ആ ഇനത്തിൽ തന്നെ ഫേസ്ബുക്കിന് വാട്സപ്പിൽ നിന്ന് ഇത്രയും ഡോളേഴ്സ് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി നോക്കാം. വാട്സപ്പ് ഇനി അവരുടെ API സിസ്റ്റംസ് സെല്ല് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. ഔദ്യോഗികപരമായിട്ട് വാട്സപ്പ് പുറത്തുവിട്ട ന്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻ്റർനെറ്റ് റൂമേഴ്സുകൾ പറയുന്നത്. അതായത് നമ്മളൊരു ബാങ്കിങ് സിസ്റ്റം ആയിരിക്കട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിരിക്കട്ടെ, ആ ഓർഗനൈസേഷൻ സിസ്റ്റത്തിനും ബാങ്കുകൾക്കും മെസ്സേജുകൾ അയക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ഇനി അയക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിനം പ്രതി ബാങ്കുകളിൽ നിന്നും അതല്ല എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്നൊക്കെ മെസ്സേജുകൾ വരാറുണ്ട്. ഇനി മുതൽ ഈ മെസ്സേജിങ് സിസ്റ്റം വാട്സപ്പിലൂടെ ആകാനാണ് വാട്സപ്പ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷൻ സിസ്റ്റം അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിങ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ പോലും വാട്സപ്പിന് പേ ചെയ്യേണ്ടി വരും. അങ്ങനെ വാട്സപ്പിന് വേറെ ഒരു ഇനത്തിലൂടെ ഒരു എമൗണ്ട് ഇനി കിട്ടാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നോർമലി ഇനി ഭാവിയിൽ ഒരുപക്ഷെ അഡ്വർടൈസ്മെൻറ്റുകളാണ് എന്നുണ്ടെങ്കിൽ പോലും പ്രൊമോഷൻ മെറ്റീരിയലാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപക്ഷെ വാട്സപ്പിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ടെക്നോളജി സംബന്ധമായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു ദ നെക്സ്റ്റ് ടൈം. ബൈ.